ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യ പ്രദർശനം കഴിഞ്ഞതു മുതൽ വളരെ നല്ല അഭിപ്രായങ്ങൾ ആണ് ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഷോയും ആദ്യ ദിവസവും ലാലേട്ടൻ്റെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയാൽ കേരളക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാം ദിവസം മുതൽ കേരളത്തിലെ ഫാമിലി ഓഡിയൻസ് പ്രായഭേദമന്യേ തിയേറ്ററുകളിൽ വന്നു തുടങ്ങും. പിന്നെ ആ ചിത്രം അങ്ങ് മലയാളികൾ ഏറ്റെടുക്കുകയാണ്. പിന്നെ തിയേറ്റർ ഹിറ്റ്, കളക്ഷൻ, കോടി ക്ലബ്ബ്, അങ്ങനെയങ്ങ് ആ ചിത്രം പോകും. 20 വർഷങ്ങൾക്ക് ശേഷം സത്യൻ ലാലേട്ടൻ കോംബോ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ എല്ലാ കളറും ചിത്രത്തിനുണ്ട്. മോഹൻലാലിലെ സാധാരണക്കാരനെ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിട്ടുള്ള സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് കൃഷ്ണനെയും മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലാണ് ലാലേട്ടനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ മോഹൻലാലിൻ്റെ വിജയങ്ങൾ പരാജയങ്ങളിലോട്ട് ആണെന്ന് ഫാൻസ് സഹിതം ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2025 തൻ്റേതായ വർഷം ആക്കിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന താരം. 3 പുത്തൻ റിലീസുകളും ഒരു റിലീസും ഉൾപ്പെടെ 4 ഹിറ്റുകളാണ് 2025 ലാലേട്ടൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഹൈട്രിക് വിജയങ്ങൾ തന്നെയാണ് ഇത്തവണ മറുപടി നൽകിയിരിക്കുന്നത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, 3 സിനിമകൾ, 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, 3 ജോണറുകൾ, 3 സംവിധായകർ. മാറ്റം ഇല്ലാത്തത് 2 കാര്യങ്ങൾ. 1 ലാലേട്ടനും, 2 ചിത്രങ്ങൾ എല്ലാം ഹിറ്റും. 2024 തുടക്കകാലങ്ങളിൽ പലരും ചോദിച്ചിരുന്നു ലാൽ വിസ്മയം എവിടെയെന്ന്. അന്ന് ആരാധകരാണ് മറുപടി നൽകിയിരുന്നത്, ഞങ്ങളുടെ ലാലേട്ടൻ വരുമെന്ന്. ആ വാക്കുകളാണ് ഇന്ന് സത്യമായി നമ്മളെല്ലാവരും കാണുന്നത്. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.